ഞാൻ ആദ്യമായി നിർത്താൻ പോകുന്ന സംബന്ധം എന്നറിയോ, ഈ ഇഫ്കേൻ്റെ സമയത്ത് ഒരുപാട് ഗവൺമെൻറ് ഓഫീസസ്, മിനിസ്റ്റേഴ്സ്, അതായത് മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് മാത്രമല്ല, ഈ മറ്റ് ഗവൺമെൻറ് ഓഫീസസ്, പോലീസ് ആയാലും ഇവരെല്ലാവരും പാസ് ചോദിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ഒരു 15,000 പാസിൽ ഒരു 5,000 പാസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവരാരും ഒരു റിയൽ സിനിമ പ്രേമികളാണെന്ന് ഞാൻ കരുതുന്നില്ല. വന്ന് പോയി ഓക്കെ, ഒരു വീക്കെൻഡിൽ വെക്കേഷനിൽ വന്ന് വെക്കേഷൻ എടുത്ത് വന്നു. അത് നിർത്തുക എന്നുള്ളതൊരു ഈ ഇഫ്കയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അതായത് ഇഫ്കയിൽ 10,000 ഡെലിഗേറ്റ്സ് ഇരിക്കാനുള്ള സ്ഥലമേ നമുക്ക് ഉള്ളൂ. ഇപ്പോൾ 15,000 ഡെലിഗേറ്റ് പാസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. 10,000 ഡെലിഗേറ്റ്സ് വരുന്നവർ 10,000 പേരും സിനിമയെ ആക്ച്വലി സ്നേഹിക്കുന്ന ആളുകളാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതല്ലാത്തവരെ നമുക്ക് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉണ്ട്. കാര്യം ഇത് ഞാൻ പല ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് സംതിങ് ഐ എം ഗോയിങ് ടു സീരിയസ്ലി ലുക്ക് അറ്റ്. അവിടുത്തെ ഒരു സ്വതന്ത്ര അന്തരീക്ഷം, കാരണം IFFK വേദിയിൽ പലപ്പോഴും സ്വതന്ത്ര ആവിഷ്കാരങ്ങൾ അത് വിവാദമാകാറുണ്ട്. അപ്പം അത് അതേപടി തന്നെ തുടരുന്നതിൽ എന്തായിരിക്കും ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇഫ്കെ ഷുഡ് ഓൾ ബി അബൌട്ട് ഫിലിംസ് ആൻഡ് അലൈഡ് ആർട്ട്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരുപാട് ആർട്സ് ഉണ്ട്. ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഒന്നും നടക്കുന്നില്ല ഇഫ്കയിൽ. അത് കുറച്ചുകൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇറ്റ്സ് ഗോയിങ് ടു ബി an artist, art culture. സിനിമ ഈസ് ദ മെയിൻ ഫോക്കസ്. ഇതിന് നമ്മൾ അങ്ങനെ ഒരു റീഓറിയൻറ്റ് ചെയ്തെങ്കിൽ മറ്റുള്ള കലകളിലേക്ക് വരണമല്ലോ. സോ ഐ എം ഗോയിങ് ടു, ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്, ഗിവ് മീ സം ടൈം. Probably next year is what I can make things do look good or better.